يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഫളല് കൊണ്ട്, തൗഫീഖ് കൊണ്ട് തദബ്ബുറിൻ്റെ മറ്റൊരു ഒരുമിച്ച് കൂടലിൽ കൂടി നാം എത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് ഈ പ്രവർത്തനം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും പരിപൂർണമായ ഇഖ്ലാസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തദബ്ബുർ ചെയ്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. അതിൽ തിരുമേനിയെ നരപ്പിച്ചു കളഞ്ഞ, തിരുമേനിയെ വൃദ്ധൻ്റെ വാർദ്ധക്യത്തിൻ്റെ അടയാളമായ നരവരുത്തിച്ച, തിരുമേനിയെ കരയിപ്പിച്ച ഏതാനും വചനങ്ങളെക്കുറിച്ചും അധ്യായങ്ങളെക്കുറിച്ചുമാണ് നാം പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിൽ എണ്ണി പറഞ്ഞ മറ്റൊരു ചെറിയ അധ്യായമാണ് സൂറത്തു തക്വീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു തക്വീർ അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നു. സൂറത്തു തക്വീറിലേക്ക് നാം എത്തുമ്പോൾ നമുക്കും അത് ബോധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സൂറത്തു തക്വീർ അല്ലെങ്കിൽ കുവീറത്ത് എന്നൊക്കെ പറയുന്ന ഈ അധ്യായം 29 വചനങ്ങളുള്ള മക്കിയായ ഒരധ്യായമാണ്. സൂറത്തുൽ മസദിന് ശേഷമാണ് ഈ അധ്യായം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇദശംസു കുവീറത്ത് എന്ന് തുടങ്ങുന്ന ഈ അധ്യായം നമ്മളൊക്കെ പഠിക്കുകയും മനപാഠമാക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യായമായിരിക്കും. ഈ അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്ന സുപ്രധാനമായ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഖിയാമത്താണ്. ഖിയാമത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആണ് ഈ അധ്യായം പ്രതിപാദിക്കുന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് വഹ്യിൻ്റെയും റിസാലത്തിൻ്റെയും യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിലെ ക്രമം അനുസരിച്ച് 81-ാമത്തെ അധ്യായമാണ് സൂറത്തു തക്വീർ. ഇത് രണ്ടും, ഈ പറഞ്ഞ 2 കാര്യങ്ങളും, അഥവാ ഖിയാമത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അറിയൽ, രണ്ടാമത്തേത് വഹ്യിൻ്റെയും റിസാലത്തിൻ്റെയും യാഥാർത്ഥ്യത്തെ അറിയൽ, ഇത് രണ്ടും ഈമാൻ പരിപൂർണമാകാൻ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്: മൻ അറാദൽ ഇൽമ ഫൽയുസവ്വിരിൽ ഖുർആൻ ഫഇന്ന ഫീഹി ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. ആരെങ്കിലും ഇൽമ് കിട്ടണം, വിജ്ഞാനം കിട്ടണം യഥാർത്ഥത്തിൽ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുസവ്വിരിൽ ഖുർആൻ, ഖുർആനിനെ അവർ, അതിൻ്റെ ആശയതലത്തെ അവർ ചർച്ച ചെയ്തു കൊള്ളട്ടെ, അതിൻ്റെ ആശയതലത്തെ, അതിൻ്റെ വിജ്ഞാനത്തെ, അതിൻ്റെ ലക്ഷ്യങ്ങളെയൊക്കെ ചർച്ച ചെയ്തു കൊള്ളട്ടെ എന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തദബ്ബുറിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കി. ഈ അധ്യായം
ഇതിൻ്റെ ആദ്യത്തെ 14 വചനങ്ങൾ, 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ ഖിയാമത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതിൽ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളുടെ പ്രത്യേകത ദുനിയാവിൽ ഭൂലോകത്ത് ഖിയാമത്തിൻ്റെ സമയത്ത് നടക്കുന്ന ചില അടയാളങ്ങളാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത്. അതാണ് 1 മുതൽ 6 വരെയുള്ള വിഷയം. പിന്നീട് 7 മുതൽ 14 വരെ ഈ ഖിയാമത്തിൻ്റെ അടയാളങ്ങൾ തന്നെയാണ്. പക്ഷേ അത് ദുനിയാവിലല്ല, മറിച്ച് ബഅസിന് ശേഷം അഥവാ പുനരുദ്ധാനത്തിന് ശേഷം അവിടെ വെച്ച് നടക്കുന്ന അടയാളങ്ങളാണ്. അപ്പോൾ ഇതിൽ രണ്ടും ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് എന്നർത്ഥം. പിന്നീട് 15 മുതൽ 29 വരെയുള്ള വചനങ്ങൾ വഹീൻ്റെ ഹഖീഖത്തിനെ കുറിച്ചാണ് പറയുന്നത്. വഹീൻ്റെയും റിസാലത്തിൻ്റെയും ഹഖീഖത്തിനെ കുറിച്ച് 15 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. അതിൽ തന്നെ 15 മുതൽ 18 വരെ ചില പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ, അവയെക്കൊണ്ടുള്ള സത്യം ചെയ്യലാണ്. 19 മുതൽ 24 വരെ ആ സത്യത്തിൻ്റെ ജവാബാണ്. അള്ളാഹു സത്യം ചെയ്യുമ്പോൾ അതിനൊരു ജവാബുണ്ടാവും. എന്തൊരു കാര്യം പറയാനാണോ സത്യം ചെയ്യുന്നത് അതാണ്. ഏറ്റവും അവസാനം 25 മുതൽ 28 വരെയുള്ള വചനങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് സ്ഥാപിക്കുകയാണ്. 29-ാമത്തെ വചനം അള്ളാഹുവിൻ്റെ മശീഅത്തിനെ കുറിച്ച്, ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇതാണ് ഈ അധ്യായത്തെ ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഖിയാമത്തിൻ്റെ സമയത്ത് നടക്കുന്ന പ്രാപഞ്ചികമായ ഏറ്റവും വലിയ ഒരു മാറ്റം, ആ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം ആരംഭിക്കുന്നത്. ഇത് നമ്മൾ ആ വചനം മുതൽ തന്നെ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഖിയാമത്ത് നാളിങ്ങനെ നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയും. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരച്ചു പോയതും നബി തിരുമേനി ഇത് കേട്ടപ്പോൾ കരഞ്ഞു പോയതുമൊക്കെ യഥാർത്ഥത്തിൽ ഇതുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ കഅന്നഹു റഅയ ഐനിൻ, കണ്ണിൽ കാണുന്നത് പോലെ ഖിയാമത്ത് കാണണം എന്നാർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഖറ, അവൻ പാരായണം ചെയ്തു കൊള്ളട്ടെ ഇദശംസു കുവിറത്ത്, ഇദശംസു കുവിറത്ത് എന്ന അധ്യായം. വ ഇദസ്സമാഉ ഇൻഫതറത്ത്, തൊട്ടടുത്ത അധ്യായമാണ്. ഇദസ്സമാഉ ഇൻഫതറത്ത് എന്ന അധ്യായം. വ ഇദസ്സമാഉ ഇൻഷഖത്ത്, ഇദസ്സമാഉ ഇൻഷഖത്ത് എന്ന അധ്യായം. ഈ പറഞ്ഞ 3 അധ്യായങ്ങളിൽ ആദ്യം പറഞ്ഞത് ഇദശംസു കുവിറത്താണ്. അപ്പം ഇത് നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് എന്ത് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഖിയാമത്ത് കണ്ണിൽ കാണും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ അധ്യായം ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന പരിവർത്തനങ്ങളാണ്. ഇദശംസു കുവിറത്ത്, സൂര്യന് കുവിറത്ത് എന്ന അവസ്ഥ സംഭവിക്കുമ്പോൾ, കവ്വറ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ചുറ്റിപ്പൊതിയുക എന്നാണ് അതിൻ്റെ ഒരാശയം. കവ്വറ എന്ന് പറഞ്ഞാൽ അതാണ് ചുറ്റിപ്പൊതിയുക. ചുരുണ്ട് തീരുക എന്നതാണ് മറ്റൊരു ആശയം. കവ്വറ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ചൂട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഓല കെട്ടിയിട്ട് അത് കത്തിച്ച് അത് വീശി ഇങ്ങനെ പോകും ഇരുട്ടുള്ള വഴിയിലൂടെ. ആ സമയത്ത് അത് കത്തിച്ചു പോകുമ്പോൾ അതിൻ്റെ കത്തിക്കൊണ്ടിരിക്കുന്ന അറ്റത്ത് നിന്ന് ആ ഓല കത്തിയത്, അതിൻ്റെ അവശിഷ്ടം കത്തിയ ശേഷം ചുരുണ്ട് താഴേക്ക് വീഴും. വെണ്ണീറാണത്, പക്ഷെ അത് വീഴുന്ന രീതി അങ്ങനെയാണ്, ചുരുണ്ടാണ്. ഇതാണ് കവ്വറ. ഇദശംസു കുവിറത്ത്. സുബ്ഹാനല്ലാഹ്.
അപ്പൊ എങ്ങനെയാണോ ചൂട്ട് കത്തിത്തീരുമ്പോൾ ചുരുണ്ട് 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 താഴേക്ക് വീണത്, അതുപോലെ സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജനും ഹീലിയവും ചേർന്നതാണ് സൂര്യൻ. ഇത് രണ്ടും ശക്തമായി കത്തുന്ന വാതകങ്ങളാണ്. കത്തി അവസാനം സൂര്യൻ കത്തിത്തീരുകയാണെന്ത്? ഇത് ശംസു കുവിറത്ത്. നോക്കൂ, എന്തൊരു വലിയ പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ അത് എന്ന്. എന്തുകൊണ്ടാണത് കത്തിത്തീരുന്നത്? മറ്റൊന്നുകൊണ്ടുമല്ല, അതിൻ്റെ ആവശ്യമില്ല. അതാണ് സൂര്യൻ്റെ ആവശ്യം ഇവിടെ ജനസമൂഹം താമസിച്ചപ്പോഴാണ്, ഇവിടെ ജീവികളുള്ളപ്പോഴാണ്. ഭൂമിയിൽ ജീവികളില്ല, അവസാനിച്ചു. അപ്പൊ ഇനി സൂര്യന്റെ ആവശ്യമല്ല. അപ്പൊ ഇത് ശംസു കുബിറത്ത്, സൂര്യന്റെ അന്ത്യം അങ്ങനെയാണ്. പിന്നീട് പറയുന്നത് വഇദൻ നുജൂമുൻ ഖദറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ. ദീർഘമായി സംസാരിക്കേണ്ട, തദബ്ബുർ ചെയ്യുമ്പോൾ ദീർഘമായി സംസാരിക്കേണ്ട ഭാഗമാണ് ഇതൊക്കെ. പക്ഷെ നമുക്ക് ഈ അധ്യായം മുഴുവൻ തീരാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോവുകയാണ്. വഇദൻ നുജൂമുൻ ഖദറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ. എങ്ങനെയായിരിക്കും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക? പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, അവ എങ്ങനെയായിരിക്കും ഉതിർന്നു വീഴുക? നമുക്കത് പറയാൻ കഴിയുകയില്ല. നക്ഷത്രങ്ങളൊക്കെ അവക്ക് നിശ്ചയിച്ചിട്ടുള്ള ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ ആകാശത്തിനൊരലങ്കാരമായും ഭൂമിക്ക് പ്രകാശം നൽകുവാനും അതുപോലെ തന്നെ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുപാട് ഫലങ്ങളുടെയൊക്കെ ഉത്ഭവമാണ്, സോഴ്സാണ് യഥാർത്ഥത്തിൽ ഈ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾ അന്നത്തെ ആ അവസ്ഥ, ലോകം അവസാനിക്കുന്ന അവസ്ഥ, അതിൻ്റെ ആ അവസ്ഥ കൊണ്ട്, അതിൻ്റെ ഗൗരവം കൊണ്ട് അത് താഴേക്ക് വീഴുകയാണ്. നമ്മൾ കേട്ടിട്ടില്ല ഒരൊറ്റ നക്ഷത്രവും അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് താഴെ വീണതായിട്ട്. മനുഷ്യനയച്ച റോക്കറ്റുകൾ താഴെ വീഴാറുണ്ട്, പക്ഷേ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മുതൽ സംവിധാനിച്ചിട്ടുള്ള ഈ നക്ഷത്രങ്ങളൊന്നും താഴെ വീണത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ അന്നത് സംഭവിക്കും. അതാണ് രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം അതിലേറെ കൗതുകമുള്ളതാണ്. വഇദൽ ജിബാലു സുയിറത്ത്, പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുമ്പോൾ. പർവ്വതങ്ങൾ സഞ്ചരിക്കുകയോ? നമുക്കിപ്പോൾ തന്നെ സംശയം തുടങ്ങിയിട്ടുണ്ടാവും, എങ്ങനെയാണ് പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന്. നമുക്ക് പറയാൻ സാധ്യമല്ല ആ സഞ്ചാരം എങ്ങനെയാണ് എന്ന്. നമ്മൾ കാണുന്ന പർവ്വതങ്ങൾ ഭൂമി ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സൃഷ്ടാവ് ഭൂമിക്ക് നൽകിയിട്ടുള്ള ആണികളും പൂളുകളുമാണ്. അതാണ് ഔത്താദ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയോ അടിയിലേക്ക് ഉള്ള ഈ പർവ്വതത്തിൻ്റെ വേരുകൾ പുറത്തെടുക്കപ്പെടുകയും എന്നിട്ട് അത് ഒരു തരത്തിലുള്ള മൂല്യവും അതിനില്ലാത്ത വിധം അത് ധൂളികളായി പുകപടലം പോലെ ഭൂമിയിൽ സഞ്ചരിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇതും അത്യത്ഭുതമാണ്. ഇനി പറയുന്നത് വഇദൽ ഇഷാറു ഉത്തിലത്ത്. ഇഷാർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളാണ്, അഥവാ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളാണ് അറബികളുടെ അന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത്, ഏറ്റവും വില കൂടിയ സമ്പത്ത്. ഉത്തിലത്ത്, അവ അവഗണിക്കപ്പെടും. ആർക്കും അത് വേണ്ടി വരില്ല. അതിനുവേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നവരാണ്. എന്തുകൊണ്ടാണ് അവ അവഗണിക്കപ്പെടുന്നത്? ഇനി അതിനാവശ്യമില്ല, ഇനി ഒട്ടകം വേണ്ട, പാല് വേണ്ട, അതിൻ്റെ സമയം കഴിഞ്ഞു എന്നർത്ഥം. വില കൂടിയ സാധനങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കപ്പെടും. നിങ്ങൾ ആലോചിച്ച്, ഓരോരുത്തരും മരണം സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയല്ലേ? വില കൂടിയതൊക്കെ ഉപേക്ഷിക്കുകയാണ്. അഞ്ചാമതായി അള്ളാഹു പറഞ്ഞത് വഇദൽ വുഹൂശു ഹുശിറത്ത്, വന്യമൃഗങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഖിയാമത്ത് സംഭവിക്കുമ്പോൾ വന്യമൃഗങ്ങളൊക്കെ പല ദിക്കിൽ നിന്നും വന്ന് ഒരുമിച്ച് കൂടും. ഇന്ന് നമ്മൾ ആനകളെ ഒരു കൂട്ടം, പുലികളെ ഒരു കൂട്ടം, മാനുകളെ ഒരു കൂട്ടം ഒക്കെ വ്യത്യസ്തമായാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയല്ലാതെ തന്നെ വഇദൽ വുഹൂശു ഹുശിറത്ത്,
ഈ വന്യമൃഗങ്ങളൊക്കെ, അവയിൽ പലതരത്തിലുള്ള വന്യമൃഗങ്ങളുണ്ട്. അവ മനുഷ്യന് ഒരിക്കലും ഇണങ്ങാത്തതാണ്. അവയൊക്കെ തന്നെയും ഈ അവസ്ഥയുടെ ഗൗരവം കൊണ്ട് അവയൊക്കെ ഓടി ഓടി അവസാനം ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേരും. അത്ര ഭീകരമാണ്. വന്യമൃഗങ്ങൾ പോലും അവയ്ക്കൊക്കെ ഇതിൻ്റെ അടയാളങ്ങൾ കിട്ടുമെന്നർത്ഥം. അത്ര ഗൗരവമാണത് എന്നർത്ഥം. വഇദൽ ബിഹാറു സുജിറത്ത്, അവസാനം പറഞ്ഞത് അതാണ്. സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെടുമ്പോൾ. എന്താണത്? അല്ലാഹു ആലം. നമുക്കെല്ലാവർക്കും അറിയാം, വെള്ളമെന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ്. ഈ രണ്ട് വാതകങ്ങളും കത്താൻ സാധ്യതയുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിഷയം മനസ്സിലാക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അത് കുറച്ചുകൂടി ബോധ്യമാകും. പക്ഷേ അത്യത്ഭുതകരമായ വസ്തുത, കത്തിക്കൊണ്ടിരിക്കുന്ന തീയെ കെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഈ വെള്ളമാണ്. ആ വെള്ളം ഉള്ള, ഉപ്പുവെള്ളം കലർന്നിട്ടുള്ള ഈ സമുദ്രങ്ങളാണ് അന്ന് കത്തുന്നത്. അവ കത്തുക എന്നത് യഥാർത്ഥത്തിൽ ഈ ദിവസത്തിൻ്റെ ഗാംഭീര്യത്തെയാണ് കാണിക്കുന്നത്. അത് വളരെ കൃത്യമായി ഹദീസുകളിലൊക്കെ വിശദീകരിക്കപ്പെട്ടതാണ്. ഈ 6 അടയാളങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഖിയാമത്തിൻ്റെതായി ഭൂമിയിൽ സംഭവിക്കുന്നതാണ്. ഇനി തുടർന്ന് പറയുന്നത് വഇദൻ നുഫൂസ് സുവ്വിജത്ത്, ആത്മാവുകൾ കൂട്ടിയിണക്കപ്പെടുമ്പോൾ. എന്താണ് ആത്മാവുകൾ കൂട്ടിയിണക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു, ഇത് പുനരുത്ഥാനത്തിന് ശേഷമുള്ള ഭൂമിയിൽ വെച്ചല്ല, മറിച്ച് പരലോകത്ത് വെച്ച് നടക്കുന്ന സംഭവമാണ്. എന്തായിരിക്കും ഇത്? 2 രീതിയിൽ ഇത് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത്, ഒരേ ഇനത്തിൽപ്പെട്ട, ഒരേ സംസ്കാരത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒന്നിച്ചു ചേരുക എന്നതാണ്. അഥവാ നല്ല ഈമാനുള്ളവരൊക്കെ ഈമാനുള്ളവരുടെ കൂടെയായിരിക്കുമെന്ന്, കുഫറിന്റെ ആളുകൾ കുഫറിന്റെ കൂടെയായിരിക്കും. അതാണ് അല്ലാഹു തആല വിശദീകരിച്ചത്. അക്രമികളും അവരെ പോലെയുള്ളവരും, അഥവാ അവരുടെ ഇണകൾ എന്ന് പറഞ്ഞാൽ അവര് ചെയ്തതുപോലെ ചെയ്തവരും, അവരൊക്കെ അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവരും മഹ്ശറിൽ ഒന്നിച്ചായിരിക്കും. അപ്പോൾ സൂറത്ത് യാസീനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം വരും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മുജ്രിമുകളെ മാറി നിൽക്കൂ എന്ന്. അന്ന് മാറി നിൽക്കുന്നതാണ്, അന്ന് വേറെ വേറെയാകുന്നതാണ് വഇദൻ നുഫൂസ് സുവ്വിജത്ത് എന്നതിൻ്റെ ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ ആശയം, മനുഷ്യൻ ഭൂലോകത്ത് നിന്ന് മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവ് അവനെ കൈവിട്ടു പോയിട്ടുണ്ട്. അവൻ്റെ ആത്മാവ് അവൻ്റെ കൂടെയില്ല. പിന്നീട് പരലോകത്തെത്തുമ്പോൾ പുനരുത്ഥാന സമയത്ത് അവൻ്റെ ആത്മാവും അവനും കൂടി ഒരുമിച്ച് ചേരുകയാണ്. ഈ ജഡം, നമ്മൾ ഖബറിൽ വെച്ച ഈ ജഡം, അത് മണ്ണായി പോയിട്ടുണ്ടാകും. പക്ഷെ അത് വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ്. എന്നിട്ട് അതിൻ്റെ തന്നെ ആ ജഡത്തിൽ നിന്ന് പുറത്തുപോയ ആത്മാവ് തന്നെ തിരിച്ചു വരികയും അതിൻ്റെ കൂടെ കൂടുകയും ചെയ്യും എന്നാണ് രണ്ടാമത്തെ ആശയം. രണ്ടായാലും മഹാ അത്ഭുതകരമാണ് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ കഴിവിൻ്റെ പരമോന്നതമായ അവസ്ഥയാണ് ഇവിടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്നർത്ഥം. വീണ്ടും അള്ളാഹു പറയുന്നു, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടും എന്തൊരു കുറ്റത്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന്. ബിഅയ്യി ദംബിൻ ഖുതിലത്, ഇത് വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ജാഹിലിയ കാലത്ത് ജീവനോടുകൂടി കുട്ടികളെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ആ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ, അവരെ കുഴിച്ചു മൂടിയിരുന്നത് പെൺകുട്ടികളായി എന്ന ഒറ്റ കാരണത്താലായിരുന്നു. പെൺകുട്ടി പിറന്നു എന്ന് കേൾക്കുന്നത് അപമാനമായ ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് സമൂഹം ജീവിച്ചിരുന്നത്. ആ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ, അവരെ ജീവിപ്പിച്ചിട്ട് ചോദിക്കപ്പെടുന്ന ദിവസമാണ് ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് നിങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന്.
അവർ കൊല്ലപ്പെടേണ്ടവരായിരുന്നില്ല. പക്ഷേ അന്നത്തെ സമൂഹത്തിന് പെൺകുട്ടികളെ യഥാർത്ഥത്തിൽ ആയിബായിരുന്നു, ന്യൂനതയായിരുന്നു. അവരെ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ആശയമാണ്, ആരൊക്കെ കുട്ടികളെ കൊന്നിട്ടുണ്ടോ, കുട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇന്ന് സാധാരണയായി നടക്കുന്ന ഗർഭഛിദ്രങ്ങളുടെ കഥ നമുക്കറിയാം. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരും കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കാരണങ്ങളാൽ. ഈ കുട്ടികളൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും. വീണ്ടും അല്ലാഹു പറയുന്നത് വഇദ സുഹഫു നുശിറത്, മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ അത് തുറന്നു വെക്കപ്പെടുന്ന ദിവസം. നമുക്കറിയാം, അത് വിശദീകരിക്കേണ്ടതില്ല, ആ ഏടുകളും അതിൻ്റെ അവസ്ഥയുമൊക്കെ. ഈ ഏടുകൾ മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ട രീതിയിലായിരിക്കും. തുറന്നു വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിനകത്തുള്ള രഹസ്യങ്ങൾ മുഴുവൻ പുറത്ത് കാണപ്പെടുകയാണ്. എന്നിട്ട് മനുഷ്യനോട് തന്നെ പറയും, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ. അടിമകളുടെ പ്രവർത്തനങ്ങൾ എഴുതപ്പെട്ട ഈ പുസ്തകം തുറക്കപ്പെടും. എന്നിട്ട് ഓരോരുത്തരും ആ പുസ്തകത്തിലുള്ള തങ്ങളുടെ കർമ്മങ്ങൾ വായിക്കണം. ഏറ്റവും ഭയാനകമായ ഒരവസ്ഥയാണത്. അപ്പോൾ കേൾക്കുന്ന പ്രഖ്യാപനമാണ്, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹിസാബ. നിന്നെ വിചാരണ നടത്താൻ ഇന്ന് നീ തന്നെ മതിയല്ലോ, വായിച്ചു നോക്കണോ നിന്റെ പുസ്തകം എന്ന് പറയുന്ന ദിവസം. വഇദ സ്സമാഉ കുശിതത്, ആകാശം അത് കുശിതത് മറ നീക്കി കാണിക്കപ്പെടുമ്പോൾ. സമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉപരിലോകമാണ്. സമാ എന്ന് പറഞ്ഞാൽ മാ സമാ അലൽ അർദ് എന്നാണ്, ഭൂമിയുടെ മുകളിലുള്ളത്. ആ ഉപരിലോകം യഥാർത്ഥത്തിൽ ഒരു മറക്കുള്ളിലാണുള്ളത്. ആ മറ നീക്കപ്പെടുകയാണ് അന്ന് ചെയ്യപ്പെടുന്നത്. എങ്ങനെയായിരിക്കും ആ മറ നീക്കപ്പെടുക? അത് യഥാർത്ഥത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഏതായിരുന്നാലും ശരി, ഇതിനൊരു മറയുണ്ട് എന്നും, ആ മറ നോക്കൂ, അറുത്ത ആടിൻ്റെ തൊലി എപ്രകാരമാണോ ഉരിയുന്നത് അതുപോലെ ഈ ഉപരിലോകത്തിൻ്റെ മറ ഉരിയപ്പെടുകയും അതവസാനം കാണുകയും ചെയ്യുന്ന ദിവസമാണ് അത് എന്നാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ എന്ന് വേണം നാം മനസ്സിലാക്കാൻ. വഇദൽ ജഹീമു സുഇറത്, ജ്വലിക്കുന്ന നരകാഗ്നി അത് ആളിക്കത്തിക്കപ്പെടുമ്പോൾ, അത് ആളിക്കത്തിച്ച് അതിൻ്റെ ഭീകരത മനുഷ്യൻ അനുഭവിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വഇദൽ ജഹീമു സുഇറത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. നമുക്കറിയാം, ആ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നിട്ടുണ്ട്. അന്ന് നരകം കൊണ്ടുവരപ്പെടുകയാണ്, വലിച്ചു കൊണ്ടുവരികയാണ് നരകത്തെ. ആ നരകത്തിനെ കൊണ്ടുവരുമ്പോൾ അതിന് 70,000 സിമാമുകൾ ഉണ്ടാകും. ഓരോ സിമാമുകളിലും പിടിക്കാൻ 70,000 മലക്കുകൾ ഉണ്ടാകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതാണ് സുഇറത്ത്. സ്വർഗമാകട്ടെ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് ഉസ്ലിഫത്ത് എന്നാണ്. അത് മുത്തഖീങ്ങൾക്ക് അടുപ്പിക്കപ്പെടുകയാണ്. ഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീൻ, സൂറത്ത് ശുഅറയിൽ അങ്ങനെ പറയുന്നുണ്ട്. അഥവാ അത് അടുത്തേക്ക് വരികയാണ്, വിശ്വാസികളുടെ അടുത്തേക്ക് വരുമ്പോൾ അവരത് കണ്ട് മനംകുളിർക്കെ സന്തോഷിക്കുകയാണ്. ഇതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിന്റെ ആമുഖമായി നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയുള്ളത് തുടർന്നങ്ങോട്ടുള്ള വിഷയം മറ്റൊരു കാര്യമാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ഉണ്ടായിത്തീരുന്നത്? അതാണ് തുടർന്ന് പറയുന്നത്, അലിമത് നഫ്സും മാ അഹ്ദറത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കും, മാ അഹ്ദറത്, എന്തൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത് എന്ന്, തങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് അതവരറിയുകയാണ്. ഓരോ വ്യക്തിയും അവൻ എന്താണ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അവൻ അറിയും. അതൊരു വല്ലാത്ത സമയമാണ്, അനുഭവിക്കുകയാണ് അവൻ ആ സന്ദർഭത്തിൽ.
ഓരോരുത്തരും, ഓരോ വ്യക്തിയും ഇത് അറിയുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്, അവൻ ചെയ്തു വെച്ച കാര്യങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം സൂറത്ത് നബയിൽ പറയുന്നുണ്ട്. അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ദിവസം. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ, ഓരോരുത്തരും ചെയ്ത നന്മയും തിന്മയും ഒക്കെ അവരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും, അവർക്ക് ബോധ്യമാക്കപ്പെടും. ഈ തിന്മ കാണുമ്പോൾ തവദ്ദു, അവരാഗ്രഹിച്ചു പോകും, ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, ഈ തിന്മകളുടെയും തന്റെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആ ദിവസത്തിന്റെ ഭയാനകത കൊണ്ട് അവൻ ആഗ്രഹിച്ചു പോകും. അങ്ങനെ എല്ലാം കൊണ്ടുവരപ്പെടുന്ന ഒരു വല്ലാത്ത ഭീകരമായ അവസ്ഥ. എന്നിട്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ്, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, പിൻവാങ്ങിപ്പോകുന്ന നക്ഷത്രങ്ങളെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അൽ ജവാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, അൽ കുന്നസ് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ. 3 വിധം നക്ഷത്രങ്ങളെയാണ് അള്ളാഹു ഇവിടെ ആദ്യമായി സത്യം ചെയ്ത് പറയാൻ ഉപയോഗിച്ചത്. അള്ളാഹുവിന്റെ അതിമഹത്തായ അത്ഭുതങ്ങളെ കൊണ്ട്, സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെ കൊണ്ട് സത്യം ചെയ്യാം. അതാണ് ഇവിടെ അള്ളാഹു 3 തരം നക്ഷത്രങ്ങളെ ഉപയോഗിച്ച് സത്യം ചെയ്തത്. 1 ഖുന്നസ് ആണ്, 2 ജവാറാണ്, 3 കുന്നസാണ്. 3 തരം നക്ഷത്രങ്ങൾ. അത് വളരെ കൃത്യമായി 3 തരം നക്ഷത്രങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. തഫ്സീറുകളിലൊക്കെ കൃത്യമായി അവയുടെ പേരുകൾ പോലും പറഞ്ഞു തരുന്നുണ്ട്. ഖുന്നസ് എന്ന് പറഞ്ഞാൽ അവ പകൽ സമയത്ത് തന്നെ കാണാതാവുന്ന നക്ഷത്രങ്ങൾ. ജവാർ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ. അൽ കുന്നസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന നക്ഷത്രങ്ങൾ. ഇതൊക്കെയാണ് സത്യം. വല്ലൈലി ഇദാ അസ്അസ്, രാത്രി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ് സത്യം. രാത്രി നീങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അങ്ങനെ അനുഭവപ്പെടാറുണ്ടല്ലോ, രാത്രി ഇങ്ങനെ സഞ്ചരിക്കുന്നതായി, രാത്രി ഇങ്ങനെ നീങ്ങുന്നതായി, അഥവാ ഇരുട്ടായി വരിക. അതാണ് ഇരുട്ടായി വരിക. വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്. നോക്കൂ, വല്ലാത്തൊരു വാചകമാണ്. സുബ്ഹി, അതിന്റെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രകാശം വെളിവായി വരുമ്പോൾ. അല്ലാഹു തആല അപ്പോ സത്യം ചെയ്തു പറഞ്ഞത്, ഒന്ന് രാത്രി വരുന്ന സത്യം, രാത്രി വന്നുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ, അതാണ് വല്ലൈലി ഇദാ അസ്അസ്. രണ്ടാമത്തേത് പകൽ വരുന്ന അവസ്ഥ, അതാണ് വസ്സുബ്ഹി ഇദാ തനഫസ് എന്ന് പറഞ്ഞത്. നമുക്കറിയാം, രാപ്പകലുകളുടെ മാറ്റം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ആയത്താണ്, അടയാളമാണ്. ഇത്രയും കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നിശ്ചയമായും അത്, അഥവാ ഖുർആൻ, അത് ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു. ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ, ശക്തിയുള്ളവനും സിംഹാസനസ്ഥനായ അള്ളാഹുവിങ്കൽ സ്ഥാനമുള്ളവനുമായ ഒരു ദൂതൻ. നല്ല ശക്തിയുള്ള, അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള ദൂതൻ. മുതാഇൻ സമ്മ അമീൻ, അവിടെ അനുസരിക്കപ്പെടുന്നവനും വിശ്വസ്തനുമായ ഒരു ദൂതൻ. ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്ന ഈ ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിശുദ്ധ ഖുർആനെ കൊണ്ടുവന്ന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, അഥവാ ഒരു കരീമായ റസൂലിന്റെ, മാന്യനായ ഒരു ദൂതന്റെ മാധ്യമം ഉപയോഗിച്ചാണ്, ആ മീഡിയ ഉപയോഗിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് നൽകിയത് എന്നർത്ഥം. എന്നിട്ട് ജിബ്രീലിനെ കുറിച്ച് ചില വർണ്ണനകൾ നടത്തുന്നുണ്ട്. ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ, ജിബ്രീൽ എന്ന് പറഞ്ഞാൽ
ദീ ഖുവ്വത്തിൻ, ശക്തവാനാണ്. ദൂ മിർറത്തിൻ ഫസ്തവ എന്ന് മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത്ര ശക്തവാനാണ്. ദൂ ഖുവ്വത്തിൻ, വലിയ ശക്തിയുള്ളവനാണ് ജിബ്രീൽ. കാരണം ജിബ്രീലിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം അത്ര പവർഫുള്ളായ ദൗത്യമാണ്. അതുകൊണ്ടാണത്. മാത്രമല്ല ഇൻദ ദിൽ അർശി മക്കീൻ, അള്ളാഹുവിന്റെ അടുത്ത്, ദുൽ അർഷ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ്, സിംഹാസനത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ അടുത്ത് മക്കീൻ, ഉന്നതമായ സ്ഥാനീയൻ. മക്കീൻ എന്ന് പറഞ്ഞാൽ മക്കാനത്തുൻ അലീമത്തുൻ ഇൻദല്ലാഹ് എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത് നല്ല ശക്തിയുള്ളവനാണ്, അതോടൊപ്പം അള്ളാഹുവിന്റെ അടുത്ത് സാമീപ്യമുള്ളവനാണ്. അഅലൽ മലായിക മൻസിലതൻ ഇൻദല്ലാഹ്, അതാണ് ജിബ്രീൽ. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉന്നതമായ പവറുള്ള ആളാണ് ജിബ്രീൽ, സ്ഥാനമുള്ള ആളാണ് ജിബ്രീൽ. മുതാഇൻ സമ്മ അമീൻ. ജിബ്രീൽ ആരാ? മുതാഇൻ, മുതാഇയാണ്, അനുസരിക്കുന്നവനാണ്, ധിക്കരിക്കുന്നവനല്ല എന്നർത്ഥം. മാത്രമല്ല അമീൻ, വിശ്വസ്തനാണ്, ഒരിക്കലും വഞ്ചന കാണിക്കുകയില്ല. ജിബ്രീൽ ഒരിക്കലും വഞ്ചന കാണിക്കുകയില്ല. കാരണം ജിബ്രീലിനെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി അത്രമാത്രം വലിയ ഡ്യൂട്ടിയാണ് എന്നർത്ഥം. വലിയ ഡ്യൂട്ടിയാണ്. ഓരോ അമ്പിയാക്കന്മാർക്കും വഹി നൽകേണ്ട പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ജിബ്രീലിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്ര ശക്തമായി പറഞ്ഞത്. അതുകൊണ്ട് ഈ ഖുർആൻ എന്നിട്ട് പിന്നീട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇനി പറയുന്നത്. സത്യം ചെയ്ത് പറയുമ്പോൾ വളരെ പ്രധാനമായ വിഷയങ്ങളാണ് പറയുന്നത് എന്നർത്ഥം. വമാ സാഹിബുക്കും ബിമജ്നൂൻ, ഈ ഖുർആൻ നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ആ കൂട്ടുകാരൻ എന്ന് പറയുന്നത്. അവൻ ഭ്രാന്തനല്ല. നോക്കൂ, ഇവിടെ മുഹമ്മദ് നബിയുടെ പേര് പറയാതെ സാഹിബുക്കും എന്നാ പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നത് വരെ നബി യഥാർത്ഥത്തിൽ ഇവരുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, കൂട്ടുകാരനായിരുന്നു. അപ്പൊ അത് ഓർമ്മിപ്പിക്കുകയാണ്. വമാ സാഹിബുക്കും ബിമജ്നൂൻ വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, തീർച്ചയായും അദ്ദേഹത്തെ ജിബ്രീൽ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ജിബ്രീലിനെ, ജിബ്രീൽ എന്ന ദൂതനെ ബിൽ ഉഫുഖിൽ മുബീൻ, പ്രത്യക്ഷമായ മണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട്. ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് ആര്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. മിഅ്റാജ് വേളയിലുള്ള അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ വിശദീകരിക്കുന്നത്. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ എന്ന് പറയുന്നത് അതാണ്. ജിബ്രീലിന്റെ യഥാർത്ഥ മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ ആകാശ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ എന്ന് പറയുന്നത്. വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ, വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ, അദ്ദേഹം അദൃശ്യ വാർത്തയുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവനല്ല. ഇവിടെ വളരെ കൃത്യമായി ആരാണ് ജിബ്രീൽ എന്ന് പറഞ്ഞു തന്നു. ജിബ്രീലിന്റെ ശക്തി പറഞ്ഞു, കഴിവ് പറഞ്ഞു. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ ശേഷമാണ് പറയുന്നത് വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ഈ ജിബ്രീൽ ലുബ്ധ കാണിക്കുകയില്ല, പിശുക്ക് കാണിക്കുകയില്ല എന്നും. അതല്ല വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഗൈബിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നതിന് അദ്ദേഹം പിശുക്കനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് വല്ല പ്രതിഫലമോ വല്ലതും ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തരുന്നത്. പലപ്പോഴും മക്കയിലെ മുശ്രിക്കുകൾ ഈ രീതിയിലുള്ള ഒരു ആക്ഷേപം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ തന്നെ അവരോട് തിരുത്തുന്നത്. വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം, വമാ ഹുവ, അതല്ല എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ എന്തല്ല? ബിഖൗലി ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിന്റെ സംസാരമല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ സംസാരമാണ്, വഹയാണ്. പിന്നെ എങ്ങനെയാണ് മുശ്രിക്കുകളെ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയത് എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അതിശക്തമായ രൂപത്തിൽ ഈ ആളുകളോട് ഒരു സംസാരം നടത്തുന്നു. അത് ഇങ്ങനെയാണ്, ഫഅൈന തദ്ഹബൂൻ, അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഈ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയിട്ട്, ഇത്ര ശക്തിയുള്ള പവർഫുള്ളായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം നിങ്ങൾക്ക് കിട്ടിയിട്ട് അത് സ്വീകരിക്കാതെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്? നിങ്ങൾ പോയാൽ എവിടെയെത്തും? ഇതൊക്കെ ഇതിന്റെ വിവക്ഷയായി നാം ഓർക്കേണ്ടതുണ്ട്. ഫഅൈന തദ്ഹബൂൻ, ഫഅൈന തദ്ഹബൂൻ,
നിങ്ങൾക്കിനി എന്ത് രേഖയാണ് ഉദ്ധരിക്കാനുള്ളത്? നിങ്ങൾക്കിനി എന്താണ് പറയാനുള്ളത്? ഫഅയ്ന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ട് പോകും? ഇത് ഉപേക്ഷിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത്? നോക്കൂ, വളരെ കൃത്യമായി പറഞ്ഞു. ഖുർആന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞു, സത്യസന്ധതയെക്കുറിച്ച് പറഞ്ഞു. ഇത് മുഹമ്മദ് നബിയുടെ വാക്കല്ലെന്ന് പറഞ്ഞു, ഇത് ശൈത്താനുകളുടെ വാക്കല്ല എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ വാക്കാണ് എന്ന് കൃത്യമായി ഇനി പറയുന്നു. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇൻ ഹുവ, ഹുവ എന്ന് പറഞ്ഞാൽ ഇവിടെ ഖുർആനാണ്. ഈ ഖുർആൻ എന്തല്ല? ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇത് ലോകർക്ക് വേണ്ടിയുള്ള ഒരു ദിക്ർ അല്ലാതെ മറ്റൊന്നുമല്ല. ലോക സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനുള്ള ഒന്നാണിത്, അല്ലാതെ നിങ്ങൾ പറയുന്ന ഒന്നുമല്ല ഈ ഖുർആൻ. അതുകൊണ്ട് ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരെ നിലകൊള്ളാൻ, ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ, ആരാണോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ദിക്റാണ് ഇത്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. സഹോദരങ്ങളെ, ഇതാണ് ഈ ചെറിയ അധ്യായത്തിന്റെ 29 വചനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ നബിയുടെ മുടി നിരക്കാൻ മാത്രം, നബി പേടിക്കാൻ മാത്രം, നബി കരയാൻ മാത്രമുള്ള ഗൗരവം ഇതിനുണ്ട് എന്ന് നമുക്ക് ഇത് വായിച്ചപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. വിശേഷിച്ചും ഖിയാമത്ത് നാളിന്റെ ഭയാനകതകളെ കുറിച്ച് പറയുന്ന ആദ്യത്തെ വചനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വല്ലാതെ നമ്മെ പേടിപ്പെടുത്തുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചാൽ പ്രപഞ്ചത്തിലെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയല്ല, മറിച്ച് നമുക്ക് കിട്ടേണ്ടത് സഹോദരന്മാരെ ഈ ഖിയാമത്തിന് വേണ്ടി തയ്യാറാവുക എന്നതാണ്. ഓരോരുത്തരുടെയും ഖിയാമത്ത് സംഭവിക്കുന്നുണ്ട് അവരുടെ മരണത്തോടുകൂടി. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ മരണത്തിന് വേണ്ടി തയ്യാറാവുക എന്നതാണ്. അതുകൊണ്ടാണല്ലോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഇന്ന അഖിയസൻ നാസി അക്സറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും ലഹു ഇസ്തിഅദാദാ. ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് തിരുമേനി പഠിപ്പിച്ചു? അത് അക്സറുഹും ലിൽ മൗതി ദിക്റാ. നോക്കൂ, പ്രപഞ്ചത്തിലെ ഈ പ്രതിഭാസങ്ങളുടെ മാറ്റം, പ്രപഞ്ചത്തിൽ ഇപ്പോൾ നടക്കുന്ന, ഇപ്പൊ ഖിയാമത്ത് നാളല്ലല്ലോ, എന്നിട്ടും നടക്കുന്ന ഈ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പരിവർത്തനങ്ങളും ഒക്കെ നമ്മെ കൊണ്ടുചെന്നെത്തിക്കേണ്ട വികാരം എന്താണെന്നോ? അഖിയസുന്നാസി അക്സറുഹും ലിൽ മൗതി ദിക്റാ, നമ്മൾ ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കണം. വഅഹ്സനുഹും ലഹു ഇസ്തിഅദാദാ, എന്നിട്ട് ആ മരണത്തിന് വേണ്ടി ഏറ്റവും നല്ല തയ്യാറെടുപ്പ് നടത്തണം എന്നതാണ് യഥാർത്ഥത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 14 വചനങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരം. നോക്കൂ, അല്ലാഹു തആല വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതാ അംറുല്ലാഹ് ഫലാ തസ്തഅജിലൂഹ്. അല്ലാഹുവിന്റെ കൽപ്പന ഇതാ വന്നിരിക്കുന്നു, നിങ്ങൾ ധൃതി കാണിക്കേണ്ടതില്ല. ഇവിടെ എന്താണ്? അതാ എന്നത് പാസ്റ്റ് ടെൻസ് ആണ്, മാദിയായ ഫെയിലാണ്. പക്ഷെ വന്നിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ ഖിയാമത്താണ്, എത്തിയിട്ടില്ല. എന്നിട്ടും അള്ളാഹ് പറയുന്നത് എത്തി എന്നാണ്. എന്താണ് എത്താത്ത ഒന്നിനെ എത്തി എന്ന് പറഞ്ഞത്? അത് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നിർബന്ധമായും അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് അതിന്റെ ആശയം. നിർബന്ധമായും അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് അതിന്റെ ആശയം. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഖുർആനിലെ ഓരോ വചനങ്ങളും നമുക്ക് ഈ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയണം. നോക്കൂ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആനക്കാരുടെ പ്രവർത്തനം, നിന്റെ ആനക്കാരെ നിന്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നീ കാണുന്നില്ലേ? നമ്മൾ കണ്ടോ? കണ്ടിട്ടില്ല. നോക്കൂ, ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനും, ആനക്കലഹ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനും ഇന്നില്ല. എന്നിട്ടും അള്ളാഹു ചോദിക്കുന്നത് എന്തിനാ? അത് കാണുന്നത് പോലെ നമ്മൾ ഇത് വായിക്കുമ്പോ അനുഭവിക്കണം. അതാണ് കാണുന്നത് പോലെ. കാരണം ഇത് പറഞ്ഞു തരുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് കാണുന്നത് പോലെ അനുഭവിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോരുത്തരും ഈ 14 വചനങ്ങൾ വായിക്കുമ്പോ അള്ളാഹുവിന്റെ മഹാപ്രതിഭാസങ്ങൾ, മഹാ അത്ഭുതങ്ങൾ തകിടം പറഞ്ഞ് തരിപ്പണമാകുമെന്ന വാർത്ത അള്ളാഹു നമുക്ക് പറഞ്ഞു തരുമ്പോ നമ്മൾ ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ തിരുമേനി പഠിപ്പിച്ചതുപോലെ അൽ കയ്യിസു മൻ ദാന നഫ്സഹു,
ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തത്തെ ഇടിച്ചു താഴ്ത്തിയവനാകണം, അവൻ സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാകണം. അവന്റെ സ്വന്തത്തെ, അവന്റെ മനസ്സിനെ, അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കണം. എന്നിട്ട് മരണത്തിന് ശേഷമുള്ള കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നവരാകണം. അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. സഹോദരന്മാരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഇവിടെ മനുഷ്യരായ നമ്മളൊക്കെ വലിയ ധൈര്യം കാണിക്കാറുണ്ട്, വലിയ അത്ഭുതം കാണിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ധൈര്യം എന്ന് പറയുന്നത് വർത്തമാന കാലത്ത് ജീവിക്കാൻ സാധിക്കുന്നതിന്റെ പേരല്ല ധൈര്യം എന്ന് പറയുന്നത്. മറിച്ച് ശ്രദ്ധിച്ചോ, വരാനിരിക്കുന്ന കാലത്ത്, വരാനിരിക്കുന്ന ലോകത്ത് ജീവിക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടോ? അവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ചെല്ലാനുള്ള ധൈര്യമുണ്ടോ? അതാണ് യഥാർത്ഥത്തിലുള്ള ധൈര്യം. അന്ന് നമുക്ക് ധൈര്യം ചോർന്നു പോകും. സൂറത്ത് ഹജ്ജിന്റെ തുടക്കം അങ്ങനെയല്ലേ? ഇന്ന സൽസലത്തസ് സാഅതി ഷൈഉൻ അദീം എന്ന് പറഞ്ഞില്ലേ? അതൊരു മഹാസംഭവമായിരിക്കും. എന്നിട്ട് ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. നോക്കൂ, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മ പോലും, അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ തന്റെ സ്വന്തം കുഞ്ഞിനെ വിസ്മരിക്കപ്പെടുന്ന ദിവസം പോരെ, അതിന്റെ അപ്പുറം വല്ല ഭയാനകതയുണ്ടോ? ഒരു വമ്പിച്ച സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടാൽ ഒരു പക്ഷേ കുഞ്ഞിനെയും എടുത്തോടും ഉമ്മ, വീടിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരും. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, കുറച്ചുകൂടി ഭീകരമായാലോ? അവിടെയാണ് ഈ ഓട്ടം. നോക്കൂ സഹോദരന്മാരെ, ഇത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. ഇതാണ്, അന്ന് ഓടാൻ സാധിക്കാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? അന്നത്തെ ഭയാനകതകളിൽ പെട്ടുപോകാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നവൻ. അവനാണ് ബുദ്ധിമാൻ. ആ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. ആ ഈമാനാണ് നമുക്ക് കിട്ടേണ്ടത്. അതായിരിക്കണം ഈ സൂറത്തു തക്വീർ വായിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകേണ്ടത്. സഹോദരന്മാരെ, പ്രപഞ്ചത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവമാണ്, അത്ഭുതമാണ്, പരിവർത്തനമാണ് നടക്കുക. ആ പരിവർത്തനത്തിന്റെ ഒന്നാമത്തെ അടയാളം പറഞ്ഞത്, മനുഷ്യന്റെ ഇന്നത്തെ പവർ സോഴ്സായ സൂര്യൻ അത് കുവിറത്ത്, അത് ചുരുണ്ട് കത്തി ചാമ്പലായി ചുരുണ്ട് താഴെ വീഴുമെന്നാണ്. സഹോദരന്മാരെ, നമുക്ക് ചിന്തിക്കാനാവുന്നുണ്ടോ? ഇത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? എത്രമാത്രം ഭയാനകമായിരിക്കും ആ രംഗമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുക? അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ. അതുകൊണ്ടാണ് സത്യം ചെയ്ത് ഇവിടെ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞത്, രക്ഷപ്പെടാനുള്ള മാർഗം വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ മാത്രമാണ്. മറ്റൊന്നുകൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഈ ഖുർആനെ നാം ഉൾക്കൊള്ളുക, ഈ ഖുർആനെ നാം നെഞ്ചിലെത്തുക, ഈ ഖുർആനെ നാം തദബ്ബുർ ചെയ്യുക, എങ്കിൽ മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കുക. അത്ര ഭയാനകമായിരിക്കും കാര്യങ്ങൾ എന്നതാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ സൂറത്തിലെ 29 വചനങ്ങളും ഓരോരോ വചനങ്ങളായി നാം സഹോദരന്മാരെ വളരെ കൃത്യമായി തദബ്ബുർ ചെയ്തുകൊണ്ടിരിക്കണം. വിശേഷിച്ചും ചില വാക്കുകളൊക്കെ അത്ഭുതകരമാണ്. വഇദൽ ഇശാറു ഉത്തിലത് എന്ന് പറയുന്ന വാക്കുകൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും വില കൂടിയ മനുഷ്യന്റെ മുഴുവൻ സ്വത്തും ആവശ്യമില്ലെന്ന് കരുതുന്ന ഒരു ദിവസമുണ്ട്. ആർക്കും വേണ്ടാത്ത, പാറിപ്പറന്ന് നടക്കും, ആർക്കും ആവശ്യമില്ല. നമ്മൾ ആലോചിക്കണം. എല്ലാവരും ചിന്തിച്ച സഹോദരന്മാരെ, മനുഷ്യൻ ദുർബലനാണ്. ആ ദുർബലത യഥാർത്ഥത്തിൽ അവന് സഹിക്കാൻ പറ്റാത്തത് വരുമ്പോൾ ആ ദുർബലത ശക്തമാകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ മനുഷ്യന്റെ എല്ലാം നഷ്ടപ്പെടുകയാണ്. നോക്കൂ, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പരലോകത്ത് നടക്കുന്ന ഈ സംഭവ വികാസങ്ങളുമൊക്കെ മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. അത് കഴിയുകയില്ല. നോക്കൂ, ഈ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരുപക്ഷെ ഇന്ന് ചില ശാസ്ത്രജ്ഞരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ ഈ ലോകം നശിക്കും, ഇവിടെയുള്ള എല്ലാം തകരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ തകരലും ആ നശിക്കലുമൊക്കെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഒരു സൃഷ്ടാവ് കൃത്യമായി നിശ്ചയിച്ച പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കാത്ത കാലത്തോളം ഒരു കാര്യമില്ല ഈ വിജ്ഞാനം കൊണ്ട്.
ഒരു കാര്യമില്ല. അത് പറയാനാണ്. നോക്കൂ, അള്ളാഹു എത്ര ഭംഗിയായി ചോദിക്കുന്നു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളെ അർത്ഥശൂന്യമായി പടച്ചതാണെന്ന്, ഒരു കാര്യവുമില്ലാതെ സൃഷ്ടിച്ചതാണെന്ന്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരികയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കണ്ട. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്. അല്ലാഹ് അൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ മലിക്കാര അള്ളാഹുവാണ്. അവൻ ഉന്നതനാണ്, അവൻ ഉന്നതനാണ് സഹോദരന്മാരെ, ഉന്നതനാണ്. ആ ഉന്നതനിലേക്കുള്ള മടക്കം, അതാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ്, അവിടെയാണ് നാം വിജയിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയത്തിന്റെ പ്രധാനം എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ ഇതിനെ തദബ്ബുർ ചെയ്ത്, ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള സൗഭാഗ്യം റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ വചനപൂർവം സൂചിപ്പിക്കാനുള്ള, ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ തദബ്ബുറിന്റെ സദസ്സിലാണുള്ളത്. ഈ തദബ്ബുർ എന്ന ആശയം യഥാർത്ഥത്തിൽ മലയാള ലോകത്ത് വളരെ കുറച്ചു മാത്രം പറയപ്പെടുകയും സംസാരിക്കപ്പെടുകയും പലപ്പോഴും സംസാരിക്കാൻ വേണ്ടി പലപ്പോഴും പലർക്കും പ്രയാസമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാചകമാണ്. എന്നിട്ട് പോലും എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ, അദ്ദേഹം വളരെ കാലമായി ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ ഇപ്പോൾ സൂറത്ത് തൗബ വരെ തദബ്ബുർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം അദ്ദേഹത്തിനുണ്ട്, ഒരു വലിയ ഗ്രൂപ്പ്. അദ്ദേഹം ഒരു വലിയ അഗാധമായി ഖുർആനിൽ പഠനം നടത്തിയ ഒരു മതപണ്ഡിതനൊന്നുമല്ല. പക്ഷേ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം വലിയ ഒരു പ്രവർത്തനമാണ്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഒരു കാര്യം പറയാനാണ്. ആ സഹോദരൻ ഇന്ന് വളരെ പ്രയാസത്തോടുകൂടി, ഒരു പ്രയാസം ബാധിച്ച്, ഒരു രോഗം ബാധിച്ച് അദ്ദേഹം ആശുപത്രി കിടക്കയിലാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. അദ്ദേഹം പ്രൊഫഷണലി ഒരു ഡോക്ടറാണ്, പക്ഷേ ഒരു നല്ല പ്രബോധകനാണ്, നല്ല ഖുർആനിന്റെ അധ്യാപകനാണ്, നല്ല ഒരു മുദക്കിറാണ്, ഓരോരുത്തരെയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അല്ലാഹു തആല അദ്ദേഹത്തിന് പൂർണ്ണമായി ആരോഗ്യം നൽകി വീണ്ടും ഈ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും ഇനിയും കേൾക്കാനും അതിലൂടെ ഈമാനിനെ വർദ്ധിപ്പിക്കുവാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിനും നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ നീ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ തദബ്ബുർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഈ ഭൂമിയിൽ. അല്ലാഹുവേ, അവർക്കതിന് നീ തൗഫീഖ് നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും ഈ വിശുദ്ധ ഖുർആനെ യഥാർത്ഥ രീതിയിൽ തദബ്ബുർ ചെയ്ത് ആ തദബ്ബുറിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ രീതിയിൽ യഥാർത്ഥ സൗഭാഗ്യവാന്മാരായി നിന്നെ കാണാനുള്ള മഹാഭാഗ്യം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, ഒരു പ്രത്യേക കാര്യം, ഒരു ദുആക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ വസിയ്യത്താണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ സ്ഥിരമായി സംബന്ധിക്കുകയും നമ്മളെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾ ഇന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്, മാരകമായ കോവിഡ് പിടിപെട്ടിരിക്കുന്നു പലർക്കും. നമുക്കെല്ലാവർക്കും അറിയാം, വല്ലാത്ത ഒരു പരീക്ഷണമായി ഇത് മാറിയിട്ടുണ്ട്. എല്ലാവരും സഹോദരങ്ങളെ, അള്ളാഹുവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മുടെ സഹോദരങ്ങൾ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. വിശേഷിച്ചും സഹോദരന്മാരെ, ഖുർആനുമായി ബന്ധപ്പെട്ട, സലാത്തുമായി ബന്ധപ്പെട്ട അവസ്ഥയിലും സ്ഥലങ്ങളിലും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ആ സഹോദരങ്ങൾക്കൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് ഈ ഒരു രോഗത്തിൽ നിന്ന് മുക്തി നൽകുകയും സമാധാനത്തോടെ നല്ല ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹുവേ അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മാരകമായ രോഗത്തെ അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ മഹത്തായ ഫള് കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉയർത്തിക്കളയണം റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, എല്ലാവിധ സൗഖ്യങ്ങളും സുഖങ്ങളും ആഫിയത്തും
തിരിച്ചു നൽകി നന്നായി നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.